ലെറ്റസ് എലിമിനേറ്റ് നെഗറ്റീവ് തോട്ട്സ്, LENT എന്നതിനെ വിളിക്കാമത്രേ. കുറ്റം പറച്ചിലുകളാവാം, വിധി വിമർശനങ്ങളാവാം, മറ്റൊരാളെ ചെറുതായി കാണുന്ന, ചെറുതാക്കുന്ന നിലപാടുകൾ എന്തുമേ ആവട്ടെ, അവിടൊക്കെ ഒരു നിഷ്ഠയുള്ള ചുവടുമാറ്റത്തിന്റെ സാധ്യതയുണ്ടെങ്കിൽ ഉപയോഗിക്കാം. തൊട്ടാവാടിയുടെ കഥ പോലും അങ്ങനെ പറയണേ. പരീക്ഷണശാലയിൽ വളർത്തുന്ന തൊട്ടാവാടിയോട് പോസിറ്റീവായിട്ട് നിന്റെ ഉള്ളിൽ നിറഞ്ഞ അനുഭവങ്ങളുമായിട്ട് സമീപിക്കുന്ന പക്ഷം തൊട്ടാലത് വാടില്ലത്ര. രണ്ടു പാത്രത്തിൽ വളർത്തുന്ന ചെടികളോട് രണ്ടിനും വെള്ളവും വളവും മറ്റു പരിചരണങ്ങളും എല്ലാം ഒരുപോലെ, ഒന്നിൽ മാത്രം മാറ്റം. എല്ലാ ദിവസവും ഒരു ചെടിയെടുത്ത് കയ്യിൽ പിടിച്ച് ഇലകളും ഇതളുകളും ഒക്കെ സുന്ദരമാണ്, പൂക്കൾ അതിലേറെ സൗന്ദര്യമുണ്ടെന്നും പറയുന്നു. മറ്റേ ചെടിയോട് ഒന്നിനും കൊള്ളില്ല, ഉപകാരമില്ലാത്ത, ഭൂമിക്ക് ശല്യമായിട്ട്, ചുറ്റുപാടുകൾക്കൊരു പാഴ്വസ്തുവായിട്ട് മാറുന്ന കഥ പറയും. ഒടുവിൽ 10-20 ദിവസങ്ങൾക്കപ്പുറം ഈ പോസിറ്റീവ് പറഞ്ഞ ചെടി വളരുകയും നെഗറ്റീവ് പറഞ്ഞ ചെടി ഇല്ലാതായി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നോമ്പിന്റെ ഈ ഒരു ആത്മീയ വിചാരം നമ്മുടെ ധ്യാനമാക്കേണ്ടത്. ലെറ്റ് us eliminate negative thoughts. ജീവിതത്തിൽ എന്തിനും ഏതിനും നന്മ കാണാനായിട്ട്, എന്തിലും ഏതിലും അനന്തമായ ഒരു സാധ്യതയുണ്ടെന്ന് വിളിച്ചു പറയാനായിട്ട്, ദോഷൈകതർക്കിന്റെ മനസ്സോട് കൂടിയിട്ട് ആകാശത്തോടെ പറക്കുന്ന പക്ഷിക്ക് പോലും എന്തോ ഒരു വൈകല്യമുണ്ട് എന്ന്, സാക്ഷാൽ പൂച്ച കരയുമ്പോഴും അതിന് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് എന്ന്, അത് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറയുന്ന ഈ നെഗറ്റീവ് ചിന്തകളെ ക്രിയാത്മക ചിന്തകളാക്കി പോസിറ്റീവാക്കി മാറ്റാം.